BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. കൊച്ചി മെട്രോ റെയിൽ മൂവാറ്റുപുഴയിലേക്ക് നീട്ടണമെന്ന് മാത്യു കുഴൽനാടൻ MLA ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച കൊച്ചി മെട്രോ മാനേജിംഗ് ഡയറക്ടർക്ക് MLA കത്ത് നൽകി. കൊച്ചി മെട്രോ ലൈൻ മൂവാറ്റുപുഴയിലേക്ക് നീട്ടുന്നതിന് സമഗ്രമായ പഠനവും ചർച്ചയും ഉണ്ടാകണമെന്നും MLA ആവശ്യപ്പെട്ടു. കിഴക്കൻ മേഖലയിൽ നിന്നും കൊച്ചിയിലേക്ക് പോകുന്നതിന് ആശ്രയിക്കുന്ന ഏക കേന്ദ്രം മൂവാറ്റുപുഴ പട്ടണം വഴിയുള്ള യാത്ര തന്നെയാണ്. മൂവാറ്റുപുഴ പട്ടണം യാത്രാക്ലേശം മൂലം വീർപ്പുമുട്ടുകയാണ്. കൊച്ചിയിൽ നിന്ന് കാക്കനാട്ടേക്ക് കൊച്ചി മെട്രോ റെയിൽ നീട്ടുന്ന ഈ അവസരത്തിൽ മൂവാറ്റുപുഴയിലേക്ക് റെയിൽ ഗതാഗതം നീട്ടുന്നതിന്റെ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കുക എന്ന ചിരകാല അഭിലാഷം സബലീകരിക്കുന്നതിന് കൊച്ചി മെട്രോ ലൈൻ മൂവാറ്റുപുഴയിലേക്ക് നീട്ടുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റ് സിറ്റിയുടെ സാധ്യതയുള്ള നഗരമാണ് മൂവാറ്റുപുഴ. കിഴക്കൻ മേഖല പലപ്പോഴും വികസന കാര്യങ്ങളിൽ അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ജില്ല വേണമെന്ന ആവശ്യം പോലും ഇവിടെ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ കഴിയുന്നതാണ് നഗരത്തിന്റെ സ്വാഭാവിക വളർച്ച. കാക്കനാട് ഇൻഫോ പാർക്കിലടക്കം ജോലി ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി ഗ്രാമീണ അന്തരീക്ഷത്തിലും സാമ്പത്തിക ലാഭത്തോടും കൂടി ജീവിക്കാനും ഉല്ലാസകരമായ ജീവിത സാഹചര്യമൊരുക്കാനും കിഴക്കൻ മേഖലകൾക്ക് കഴിയുമെന്നും ഇത് IT മേഖലയുടെയും പ്രദേശത്തിന്റെയും വികസനത്തിന് സാധ്യമാകുമെന്നും MLA വ്യക്തമാക്കി. കൊച്ചിയിൽ ഹോട്ടൽ ജീവനക്കാരിയെ മർദ്ദിച്ചെന്ന പരാതിയിൽ UDF കൗൺസിലർമാർക്കെതിരെ കേസെടുത്ത് മരട് പോലീസ്. കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ സുനിത ഡിക്സനെതിരെയാണ് കേസ്. കോർപ്പറേഷൻ 49ാം ഡിവിഷൻ കൗൺസിലറാണ് സുനിത. അതേസമയം മർദ്ദനത്തിൽ പരിക്കേറ്റ യുവതി ആശുപത്രിയിൽ ചികിത്സ തേടി. കൊച്ചി വൈറ്റ്ലയിലെ ആർട്ടിക് ഹോട്ടലിലെ വനിതാ ജീവനക്കാരിക്കാണ് മർദ്ദനമേറ്റത്. ഹോട്ടലിന് സമീപത്തുള്ള കാനയ്ക്ക് മുകളിലുള്ള സ്ലാബ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടെ സുനിത ഡിക്സൺ യുവതിയുടെ മുഖത്തടിക്കുകയായിരുന്നു. തന്നെ അസഭ്യം പറയുകയും കൈപിടിച്ച് തിരിച്ചുവെന്നും മർദ്ദനമേറ്റ യുവതി പറഞ്ഞു. ഹോട്ടലിനരികിലെ കാന വൃത്തിയാക്കാനെന്ന പേരിലാണ് 49ാം ഡിവിഷൻ കൗൺസിലറും RSP നേതാവുമായ സുനിത ഡിക്സൺ ഒരു മുന്നറിയിപ്പില്ലാതെ വന്ന JCB ഉപയോഗിച്ച് സ്ലാബുകൾ നീക്കം ചെയ്യാൻ തുടങ്ങിയതെന്നാണ് ഹോട്ടൽ അധികൃതർ പറയുന്നത്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. വിദേശ രാജ്യങ്ങളുടെ മാതൃകയിൽ കേരള പോലീസിന്റെ ആശയവിനിമയ സംവിധാനങ്ങളും ഡിജിറ്റലാകാൻ ഒരുങ്ങുന്നു. പ്രധാന ചുവടുവയ്പായി അത്യാധുനിക വയർലെസ് സെറ്റുകൾ എത്തി. കൊച്ചി സിറ്റി പോലീസ് സർക്കിളിലാണ് ആദ്യ ബാച്ച് സെറ്റുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നത്. വൈകാതെ തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും എത്തും. എറണാകുളം നോർത്ത്, ഈസ്റ്റ് തൃപ്പൂണിത്തുറ, പള്ളുരുത്തി ട്രാഫിക് പോലീസ് സ്റ്റേഷനുകളിലാണ് ഉപയോഗിച്ചു വരുന്നത്. ഏറ്റവും തന്ത്രപ്രധാന മേഖലയായ കൊച്ചിയിൽ 2 മാസമായി തുടരുന്ന പരീക്ഷണം വിജയകരമെന്നാണ് വിലയിരുത്തൽ. തടിച്ചതും ഭാരമുള്ളതുമായ വയർലെസ് സെറ്റിന് പകരമെത്തിയവയ്ക്ക് തീരെ ഭാരമില്ല. മികച്ച റേഞ്ചും ശബ്ദ വ്യക്തതയുമുണ്ട്. തുടക്കത്തിൽ ഉപയോഗിക്കുന്നതിലെ ആശയക്കുഴപ്പം ഒഴിഞ്ഞതോടെ സെറ്റ് മികച്ചെന്ന അഭിപ്രായമാണ് ട്രാഫിക് പോലീസുകാർക്ക്. കൺട്രോൾ റൂമിൽ ഉപയോഗിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തിയ ശേഷമാണ് ട്രാഫിക് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് സെറ്റുകൾ കൈമാറിയത്. സെറ്റിന്റെ ചെറിയ പോരായ്മകൾ പരിഹരിക്കുന്ന ജോലികളും പുരോഗമിക്കുകയാണ്. കൊച്ചി പനമ്പള്ളി നഗറിൽ പിഞ്ചുകുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്ന് എറിഞ്ഞുകൊന്ന സംഭവത്തിൽ പ്രതിയായ അമ്മയ്ക്ക് ഹൈക്കോടതി ജാമ്യം നൽകി. എറണാകുളം ജില്ല വിട്ടുപോകരുതെന്നുൾപ്പെടെയുള്ള കർശന ഉപാധികളോടെയാണ് ജാമ്യം നൽകിയത്. കേസ് അന്വേഷണം പൂർത്തിയായെന്നും കുഞ്ഞിന്റെ അമ്മയായിരുന്ന 23 വയസ്സുകാരി ലൈംഗിക അതിക്രമ കേസിൽ അതിജീവിതയാണെന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദം പരിഗണിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത്. കഴിഞ്ഞ മെയ് മാസത്തിലാണ് കേരളത്തെ നടുക്കിയ സംഭവം ഉണ്ടായത്. കൊച്ചി പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിന്റെ മുകളിൽ നിന്നാണ് അമ്മ പിഞ്ചുകുഞ്ഞിനെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. ശുചീകരണ തൊഴിലാളികളാണ് നടുറോഡിൽ പൊക്കിൾക്കൊടി പോലും മുറിച്ചു മാറ്റാത്ത നിലയിൽ നവജാത ശിശുവിന്റെ ശരീരം ആദ്യം കണ്ടത്. റോഡിലേക്ക് വീണ കുഞ്ഞിനെ പൊതിഞ്ഞിരുന്ന കവർ കേന്ദ്രീകരിച്ചായിരുന്നു തുടർ അന്വേഷണം. ആമസോണിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിയ കവറിലെ വിലാസം പരിശോധിച്ചാണ് ഫ്ളാറ്റിന്റെ 5ാം നിലയിൽ പോലീസ് എത്തിയത്. അപ്പോൾ മാത്രമാണ് യുവതിയുടെ മാതാപിതാക്കൾ സംഭവം അറിയുന്നത്. തുടർന്ന് യുവതിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൊലപാതക വിവരം പുറത്തുവന്നതും അറസ്റ്റ് ചെയ്തതും. കൊച്ചി വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ ഞായറാഴ്ചയോടെ സാധാരണ നിലയിലായി. മൈക്രോസോഫ്റ്റ് വിൻഡോസിലെ സൈബർ സുരക്ഷാ പ്ലാറ്റ്ഫോമായ ക്രൗഡ് സ്ട്രൈക്ക് നിശ്ചലമായതോടെ 2 ദിവസമായി ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകൾ അവതാളത്തിലായിരുന്നു.
ഞായറാഴ്ച തന്നെ വിമാന സർവീസുകളെല്ലാം സമയത്ത് തന്നെ പുറപ്പെടുകയും എത്തുകയും ചെയ്തിരുന്നു. വെള്ളി ശനി ദിവസങ്ങളിലായി 20-ലധികം സർവീസുകളാണ് റദ്ദാക്കിയത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.